Center for Innovation and Entrepreneurship, CIE. ഇനി TBI IIT. Technology Business Incubator, Institute of Engineering and Technology, Pariksha Bhavan Student Hub. Thank you, sir. ഇനി ബഹുമാനപ്പെട്ട മന്ത്രി നമ്മളോട് സംസാരിക്കുകയാണ്. വേദിയിലുള്ള ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ NK ജയരാജ്, മറ്റു ബഹുമാന്യരെ എല്ലാവരുടെയും പേര് പറഞ്ഞതായി കണക്കാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ സൂചിപ്പിച്ച 3 പദ്ധതികൾ വിദ്യാർത്ഥികൾക്കേറെ ഉപയോഗപ്രദമാണ്. സ്റ്റുഡൻറ്റ് സർവീസ് ഹബ് അറ്റ് പരീക്ഷാഭവനിൽ വലിയ ആശ്വാസമാകുന്ന ഒരു പദ്ധതിയാണ്. അതുപോലെ CIE, TBI IIT ഈ 3 പദ്ധതികളും വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല അഭിമാനകരമായ നേട്ടങ്ങളിലൂടെ കടന്നു പോകുന്നൊരു കാലമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഹബ്ബായി കേരളത്തെ മാറ്റി തീർക്കുവാനുള്ള വലിയ ശ്രമമാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് വളരെ പ്രധാനപ്പെട്ട പങ്കാണ് സർവകലാശാലകൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പരീക്ഷകളും ഫലപ്രഖ്യാപനങ്ങളും സമയബന്ധിതമായി നടപ്പിലാക്കാൻ വേണ്ടി തയ്യാറാകുന്നു. ബിരുദാനന്തര പ്രവേശനവും ഫലപ്രഖ്യാപനവും ഏകീകരിച്ച് കൃത്യസമയത്ത് ക്ലാസുകൾ ആരംഭിക്കുന്ന സാഹചര്യം നിലവിലുണ്ടായി. ഇത് കോഴിക്കോട് സർവകലാശാലയിലും മാതൃകാപരമായി മുന്നോട്ട് പോകുന്നുവെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതിന് നേതൃത്വം കൊടുക്കുന്ന സർവകലാശാലയുടെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ മുൻഗണന നൽകിക്കൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റുന്നതിന് സർക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. സർക്കാർ കോളേജുകളുടെയും സർവകലാശാലകളുടെയും അടിസ്ഥാന സൗകര്യ വികസനത്തിന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കിഫ്ബി വഴി 700 കോടി രൂപയുടെ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. 750 കോടി രൂപയുടെ പദ്ധതികൾക്കുള്ള അംഗീകാരം ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് എന്നുള്ള വിവരവും ഇവിടെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സർവകലാശാലകളുടെ പോലെ തന്നെ സർക്കാർ എയ്ഡഡ് കോളേജുകളുടെയും അടിസ്ഥാന സൗകര്യ വികസനത്തിന് റൂസ പദ്ധതിയുടെ ഭാഗമായി 230 കോടി രൂപ അനുവദിച്ചു. ഇതിൽ 92 കോടി രൂപ സംസ്ഥാന സർക്കാർ വിഹിതമാണ്. ദേശീയ അടിസ്ഥാനത്തിൽ റൂസ ഫണ്ടിന് അർഹത നേടിയ ഏറ്റവും കൂടുതൽ കോളേജുകൾ കേരളത്തിലാണ്, 115 എണ്ണം. കോളേജ് ക്ലാസ് മുറികൾ ആധുനിക ഡിജിറ്റൽ സാങ്കേതിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തി നവീകരിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു. UG PG തലങ്ങളിൽ 20,000 സീറ്റുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിപ്പിച്ചത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, ഡിസൈൻ എഞ്ചിനീയറിംഗ്, മെഷീൻ ലേണിംഗ്, ഡാറ്റ സയൻസ് 5 വർഷ ഇൻ്റഗ്രേറ്റഡ് MA MSc പ്രോഗ്രാമുകൾ, നാനോ സയൻസ്, ലോജിസ്റ്റിക്, ഡിജിറ്റൽ സർവേയിങ്, ഫിനാൻഷ്യൽ മാർക്കറ്റിംഗ് തുടങ്ങിയ പുതുതലമുറ ബിരുദാനന്തര പ്രോഗ്രാമുകൾ അനുവദിച്ചു. സർക്കാർ ലോ കോളേജുകളിൽ 5 അധിക ബാച്ചാണ് അനുവദിച്ചത്. ഇത് വലിയ മാറ്റമാണ് ഇത്തരം ഇടപെടലുകളിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രതിഫലിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംബന്ധിച്ച വിശകലനങ്ങളിൽ പ്രധാനപ്പെട്ടവയായ NIRF റാങ്കിംഗ്, NAC, NBA അക്രഡിറ്റേഷനുകളിൽ സംസ്ഥാനത്തെ കോളേജുകളും സർവകലാശാലകളും വലിയ മുന്നേറ്റം നടത്തി.
സർവകലാശാലകളുടെ റാങ്കിംഗ് ക്രമത്തിൽ ആദ്യ 60-ൽ കേരളത്തിലെ പ്രമുഖ സർവകലാശാലകളെല്ലാം ഇടം നേടി. കോളേജുകളിൽ ആദ്യ 100-ലെ 20 കോളേജുകളും നമ്മുടെ സംസ്ഥാനത്തെ കോളേജുകളാണ്. NIRF റാങ്കിങ്ങിൽ കോഴിക്കോട് സർവകലാശാല ഈ പറയുന്ന പട്ടികയിൽ വന്നു. അതിന് എല്ലാ നിലയിലും ഇടപെട്ട എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. 16 എയ്ഡഡ് കോളേജുകളും 100-നകത്തുള്ള പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് സ്ഥാപനങ്ങൾക്ക് അംഗീകാര മുദ്ര നൽകുന്ന NBA നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ കേരളത്തിലെ 9 സർക്കാർ എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിലെ 41 ബ്രാഞ്ചുകൾക്ക് അക്രഡിറ്റേഷൻ നൽകി. ഈ കാലയളവിൽ 130 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ NAC ഗ്രേഡ് മെച്ചപ്പെടുത്തി. ഗവേഷണ പദ്ധതികൾക്ക് പ്രോത്സാഹനം നൽകുക എന്ന നയം സർക്കാർ സ്വീകരിക്കുന്നു. ഗവേഷകർക്ക് പ്രത്യേക ഫെലോഷിപ്പ് തന്നെ ഏർപ്പെടുത്തി. അനധ്യാപക തസ്തികകൾ ഉൾപ്പെടെ 2248 തസ്തികകൾ പുതുതായി സൃഷ്ടിച്ചു എന്നുള്ളത് ഞാനിവിടെ പ്രത്യേകം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സർക്കാർ കോളേജുകളിൽ 669 അധ്യാപക നിയമനങ്ങളും 541 അനധ്യാപക നിയമനങ്ങളും, സർവകലാശാലകളിൽ 526 അധ്യാപക നിയമനങ്ങളും 3146 അസിസ്റ്റൻറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് നിയമനങ്ങളും, കോമൺ പൂൾ ലൈബ്രറി വിഭാഗത്തിൽ 93 ലൈബ്രറി അസിസ്റ്റൻറ്റ് നിയമനങ്ങളും ഈ കാലയളവിൽ നടന്നു. എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ 1232 പേർക്ക് നിയമന അംഗീകാരം നൽകി. ആകെ 7418 പേർക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിയമനം നൽകി. സമൂലമായ ഒട്ടനവധി മാറ്റങ്ങൾ ഈ മേഖലയിൽ ഇതിനോടകം സാധ്യമാക്കി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ടിൽ പുറത്തു വന്നിരുന്നു. സ്കിൽസ് റിപ്പോർട്ട് പുറത്തു വന്ന അതിനകത്ത് പ്രായഭേദമന്യേ സ്ത്രീ പുരുഷന്മാർ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ രാജ്യത്ത് ഒന്നാമതുള്ള സംസ്ഥാനത്തിൻ്റെ പേര് കേരളമാണെന്ന് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പലരും അതൊക്കെ മറച്ചു വെക്കാനും തെറ്റായി പ്രചരിപ്പിക്കുവാനൊക്കെ ശ്രമങ്ങൾ നടത്തുന്ന ഒരു കാലമാണ്. പലരും എന്ന് പറഞ്ഞാൽ പല ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുൾപ്പെടെ. പ്രായഭേദമന്യേ സ്ത്രീ പുരുഷന്മാർ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സംസ്ഥാനമായി കേരളം മാറിയത് ഇത്തരം ഇടപെടലിലൂടെയാണ്. 18 മുതൽ 21 വയസ്സ് പ്രായപരിധിയിലുള്ളവരിൽ ഏറ്റവും തൊഴിൽ ക്ഷമതയുള്ള സംസ്ഥാനങ്ങളിൽ മുൻപന്തിയിൽ കേരളമാണ് എന്നുള്ളത് ഞാനിവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. കമ്പ്യൂട്ടർ സ്കിൽസിൽ സംസ്ഥാനങ്ങളിൽ കേരളം മുൻപന്തിയിലേക്ക് എത്തുന്നു. നഗരങ്ങളിൽ തിരുവനന്തപുരം നഗരം അതിൻ്റെ 1-ാം സ്ഥാനത്താണ് എത്തിയിട്ടുള്ളത്. ഇതൊന്നും നമ്മളാരെങ്കിലും ഉണ്ടാക്കിയ റിപ്പോർട്ടല്ല, അല്ലെങ്കിൽ സംസാരിക്കാൻ വേണ്ടി ഞാനൊരു സന്തോഷം കിട്ടാൻ വേണ്ടി ഇപ്പോൾ എഴുതിയുണ്ടാക്കിയതല്ല, ഒരു യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യം നാടിനോട് വിളിച്ചു പറയുക എന്നുള്ള ഉത്തരവാദിത്വമാണ് നമ്മളിലെല്ലാവരിലും അർപ്പിതമായിട്ടുള്ളത്. ഇപ്പോൾ രാജ്യത്തുടനീളം 3.88 lakhs യൂത്ത് പങ്കെടുത്തുകൊണ്ട് വിപുലമായി നടത്തിയ ഒരു നാഷണൽ എംപ്ലോയബിലിറ്റി ടെസ്റ്റിലൂടെയാണ് ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് 2024 തയ്യാറാക്കിയിട്ടുള്ളത്. IT, കമ്പ്യൂട്ടർ സയൻസ്, എഞ്ചിനീയറിംഗ് എന്നീ വിഷയങ്ങളിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ നൈപുണ്യമുള്ളത്. ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം, കമ്പ്യൂട്ടർ പരിജ്ഞാനം, സംഖ്യാ നൈപുണ്യം, വിമർശനാത്മക ചിന്ത എന്നീ നൈപുണികളിൽ കേരളത്തിൽ 18 മുതൽ 29 വരെയുള്ള പ്രായഗണത്തിലുള്ള യുവജനങ്ങൾ രാജ്യത്ത് തന്നെ ഏറ്റവും മുന്നിലാണ് എന്നുള്ളതാണ് കണക്കാക്കിയിട്ടുള്ളത്. നൈപുണ്യ പരിശീലനത്തിലും വികസനത്തിലും സർക്കാർ തലത്തിൽ മികച്ച പദ്ധതികളാണ് കേരളത്തിൽ സർവകലാശാലകളിൽ നടന്ന് വരുന്നതും റിപ്പോർട്ട് പറയും. ഇതിലും മികവുറ്റതായി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ നമുക്ക് ഇനിയും മാറ്റാൻ സാധിക്കേണ്ടതുണ്ട്. കോഴിക്കോട് സർവകലാശാലയാണെങ്കിൽ ഒട്ടേറെ ഇടപെടലുകളാണ് ഈ സമീപകാലങ്ങളിൽ നടത്തി വരുന്നത്. ഇതോടൊപ്പം നമ്മുടെ രാജ്യം ഇന്ന് പൊതുവെ നേരിടുന്ന പ്രശ്നം വലിയ നിലയിലേക്കുള്ള ധ്രുവീകരണം ഭരണഘടനാ വിരുദ്ധമായി നമ്മുടെ രാജ്യത്തെ ജനങ്ങളിൽ സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നുള്ളതാണ്. മതവർഗീയ ധ്രുവീകരണത്തിൻ്റെ ഭാഗമായി കലാപങ്ങൾ നമ്മുടെ രാജ്യത്ത് നിത്യസംഭവമായി മാറി. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് കലാപങ്ങളില്ല, മതവർഗീയതയുടെ പേരിലുള്ള കലാപങ്ങളില്ല.
ജനങ്ങൾ പൊതുവെ സാഹോദര്യത്തോടു കൂടി നിലകൊള്ളുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതുപോലെ ഇതൊക്കെ വേണമെന്ന് ആഗ്രഹിച്ച് രാവിലെ മുതൽ പ്രതിജ്ഞ ചെയ്ത് ഇടപെടുന്ന പലരും, പല സംഘടനകളും നമ്മുടെ സംസ്ഥാനത്തുമുണ്ട്. അതുപോലെ തന്നെയുള്ള സംഘടനകളുണ്ട്. പക്ഷേ കേരളത്തിൽ അത് അത്രത്തോളം എളുപ്പത്തിൽ ചിലവാകുന്നില്ല. കുറേയേറെ പ്രത്യേകതകളുണ്ട്. ഒന്ന് കേരളത്തിൻ്റെ ചരിത്രമാണ്, നവോത്ഥാന പോരാട്ട ചരിത്രം ഉൾപ്പെടെയുള്ളവയാണ്. എന്നാൽ മറ്റിടങ്ങളിൽ കുട്ടികളിൽ സ്പർദ്ധ വളർത്താൻ ചെറിയ ക്ലാസ് മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖല വരെ വർഗീയ വിഷം കലർത്തുന്ന വിഷയങ്ങൾ സിലബസുകളിൽ കുത്തിവെക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യയിലെ പല സർവകലാശാലയിലും കണ്ടുവരുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മതവർഗീയവൽക്കരണം, ചരിത്രത്തെ തമസ്കരിക്കൽ, ഇതൊക്കെ തന്നെ വലിയ നിലയിൽ ഞാൻ ഈ പറഞ്ഞതുപോലുള്ള കലാപങ്ങൾക്ക് സൗകര്യമൊരുക്കുന്ന നാടായി അത്തരം സർവകലാശാലകളെ ഇവിടെ ഇടപെടലുകൾ മാറ്റി തീർത്തിട്ടുണ്ട്. കലാപഭൂമിയെ ഒരു നാടിനെ മാറ്റുന്നതിൻ്റെ, കലാപകാരികളെ സൃഷ്ടിക്കുന്ന ഫാക്ടറികളായി പല സർവകലാശാലകളും ഇതിലൂടെ മാറുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇവിടെ ഈ കോഴിക്കോട് സർവകലാശാലയിൽ ഉൾപ്പെടെ അത്തരത്തിലുള്ള ഒരു നീക്കവും ഇല്ല എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള ഏത് നീക്കത്തെയും അതിശക്തമായി ചെറുത്തു തോൽപ്പിക്കുവാനുള്ള കരുത്ത് ഈ സർവകലാശാലക്കുണ്ട് എന്നുള്ളത് ഞാൻ ഏറെ അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് നമ്മുടെ സംസ്ഥാനത്തെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിർത്തുന്നതിന് വളരെ പ്രാധാന്യമറിക്കുന്നതാണ്. നമ്മൾ എത്രത്തോളം അത് കാണുന്നുണ്ട് എന്നുള്ളതറിയില്ല. കേരളത്തിന് പുറത്തുള്ള മറ്റു പല സർവകലാശാലകളിലും കാണുന്നത് പോലെ അടിമുടി മതവർഗീയവൽക്കരണം, അതിൻ്റെ പല നീക്കങ്ങളും നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ സർവകലാശാലകളിൽ കൂടി അത് കടന്നു വന്നു കഴിഞ്ഞാൽ നാം ഇവിടെ നിലനിർത്തിയ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സെക്യുലർ മതനിരപേക്ഷ മൂല്യങ്ങൾ തകരുന്ന നിലയിലേക്ക് ഭാവി കേരളം മാറും. അപ്പോൾ യഥാർത്ഥത്തിൽ സർവകലാശാലകൾ നടത്തുന്ന പ്രതിരോധം, സർവകലാശാലകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടൽ ഈ നാടിൻ്റെ ജനങ്ങളുടെ ഐക്യവുമായി ബന്ധപ്പെട്ടുകൂടി കിടക്കുന്നതാണ്. ഈ നാടിൻ്റെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുകൂടി കിടക്കുന്നതാണ്. കേരളത്തിലെ സർവകലാശാലകൾ അതിൽ വലിയ പങ്ക് വഹിക്കുന്നു. ഒരു തരത്തിലുള്ള സ്വാധീനവും അധികാരത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പൊതുവെ ഈ നല്ല മൂല്യങ്ങളെ തകർക്കുവാനുള്ള, കീഴ്പ്പെടുത്തുവാനുള്ള ശ്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ നിലകൊള്ളാൻ സാധിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയാകെ വക്രീകരിക്കാനുള്ള ശ്രമം വളരെ ബോധപൂർവ്വം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ കുറേ കണക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് വെച്ച് പറഞ്ഞത് കേരളം എത്രത്തോളം നമ്മുടെ രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കാൻ കൂടിയാണ്. എന്നാൽ വസ്തുതകളെ, യാഥാർത്ഥ്യങ്ങളെ തമസ്കരിക്കാനും വക്രീകരിക്കുവാനുമുള്ള ശ്രമം നടത്തുന്നു. ആടിനെ പട്ടിയാക്കി പിന്നീട് പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുവാനുള്ള ശ്രമം പോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പങ്ക് വഹിക്കുന്ന കേരളത്തിലെ സർവകലാശാലകളെ ആകെ മോശമാക്കുവാനുള്ള, ചിത്രീകരണം നടത്തുവാനുള്ള വലിയ ശ്രമം ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഇവിടെ കോഴിക്കോട് സർവകലാശാല അതിനൊന്നും കീഴ്പ്പെടാതെ കോഴിക്കോട് സർവകലാശാലയെ കൂടുതൽ വികസിപ്പിക്കുവാനുള്ള നീക്കത്തിന് ഇവിടെ വൈസ് ചാൻസലറുടെ നേതൃത്വത്തിൽ സിൻഡിക്കേറ്റ് ഉൾപ്പെടെ എല്ലാവരും ഒരുപോലെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നവരെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ഉപയോഗപ്പെടുത്തുന്നു. സർവകലാശാലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ചില കാര്യങ്ങൾ വൈസ് ചാൻസലർ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. റോഡുമായി ബന്ധപ്പെട്ടാണ്, മറ്റു ചില കാര്യങ്ങൾ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇവയ്ക്കൊക്കെ പരിപൂർണ പിന്തുണ നൽകി പൊതുമരാമത്ത് വകുപ്പ് കൂടെ ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സർവകലാശാലയുടെ വികസനം അത് തീർച്ചയായും കോഴിക്കോട് സർവകലാശാല എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ പഠിച്ചത് ഈ സർവകലാശാലയ്ക്ക് കീഴിലാണ്. ഞാനിവിടെ സർവകലാശാല യൂണിയൻ്റെ ഭാരവാഹിയുമായി ഒരു വർഷം പ്രവർത്തിച്ചതാണ്. ഒട്ടേറെ മാറ്റങ്ങളാണ് സർവകലാശാലയ്ക്ക് വന്നിട്ടുള്ളത്. ആ മാറ്റങ്ങൾ നമുക്കറിയാം. പരീക്ഷാ ഭവൻ എന്ന് പറഞ്ഞാൽ ഈ സർവകലാശാലയിലുള്ള വിവിധ ജില്ലകളിലെ കുട്ടികളുടെ ഒരു ആശ്രയ കേന്ദ്രമാണ്. പരീക്ഷാ ഭവനിലേക്ക് കുട്ടികൾ വരിക എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സ് എത്രത്തോളം ബേജാറിലാണ് വരിക എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള പരീക്ഷാ ഭവനിൽ ഉൾപ്പെടെ വരുത്തുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ ആരൊക്കെ തമസ്കരിക്കാൻ ശ്രമിച്ചാലും അത് നാട് കാണുന്നുണ്ട്. ഇത്തരം വികസന പ്രവർത്തനങ്ങളുമായി ഇനിയും നിങ്ങൾ മുന്നോട്ട് പോകണം. അതിനെല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. രംഗത്ത്